പ്രദീപ് ജോസഫ് കൂടിയുണ്ട് വിവരങ്ങളുമായി. പ്രദീപ്, രാവിലെ മുതൽ പ്രദീപ് ഈ വിഷയം ഫോളോ ചെയ്യുകയാണ്. അപ്രതീക്ഷിതമായി ഒന്നും സംഭവിച്ചില്ല എന്ന നിലയിലാണെന്ന് തോന്നുന്നു അഭിഭാഷകരുടെ പ്രതികരണം. രണ്ട് അഭിഭാഷക സംഘങ്ങളും ഈ വിധിയെ എങ്ങനെയാണ് എടുത്തിട്ടുള്ളത്? ദിലീപിന് സ്വാഭാവിക നീതി ലഭിച്ചു എന്നാണ് ദിലീപിന്റെ അഭിഭാഷകന്റെ ഉൾപ്പെടെയുള്ള പ്രതികരണം. അതേസമയം പ്രോസിക്യൂഷൻ തെളിവുകൾ സമർപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടോ അത്തരം കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ വിധിപ്പകർപ്പ് ലഭിക്കുമ്പോഴാണ് അറിയേണ്ടത്. എന്തായിരുന്നാലും 4 പേരെ വെറുതെ വിട്ടിരിക്കുന്നു. അതിൽ തന്നെ ആ 8ാം പ്രതിയായ ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് പല ആളുകളും ആശങ്ക പ്രകടിപ്പിക്കുന്ന സാഹചര്യം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതേസമയം കോടതിയിലേക്ക് വിധി അറിയാൻ വേണ്ടി കയറി പോകുമ്പോൾ അങ്ങേയറ്റം ഒരു കുനിഞ്ഞ ശിരസും ഒപ്പം ആശങ്കയുമൊക്കെയാണ് ദിലീപ് കയറിയത് എങ്കിൽ ഏതാണ്ട് 15 മിനിറ്റിന് ശേഷം വിധിയറിഞ്ഞ് തിരികെ വരുമ്പോൾ പുറത്ത് കാത്തുനിന്നിരുന്ന ആരാധകരെ കൈ ഉയർത്തി അഭിവാദ്യം ചെയ്ത് ചിരിച്ചാണ് ദിലീപ് താഴേക്ക് ഇറങ്ങി വന്നത്. കോടതിയിലെ പടികൾ ഇറങ്ങിയ ഉടൻ തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറായി. ഏതാണ്ട് 5-6 മിനിറ്റ് സമയം മാധ്യമങ്ങളോട് ദിലീപ് സംസാരിച്ചു. തന്റെ ആദ്യ ഭാര്യ കൂടിയായ മഞ്ജു വാര്യരെയും ഒപ്പം അന്വേഷണ സംഘത്തെയും പൂർണ്ണമായും കുറ്റപ്പെടുത്തുന്ന തരത്തിലായിരുന്നു ദിലീപിന്റെ ആദ്യ പ്രതികരണം. ഈ സംഭവത്തിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് മഞ്ജു വാര്യർ ആരോപിച്ചെടുത്താണ് യഥാർത്ഥ ഗൂഢാലോചനയുടെ തുടക്കം എന്നായിരുന്നു ദിലീപിന്റെ ആദ്യ വാക്കുകൾ. നടി അക്രമത്തിൽ ഇരയായ സംഭവത്തിൽ ചേർന്ന ഐക്യദാർഢ്യ സമ്മേളനത്തിനിടെയാണ് ഇത്തരത്തിൽ സംഭവത്തിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്ന് മഞ്ജു വാര്യർ ആരോപിച്ചത്. യഥാർത്ഥത്തിൽ ഇര താനാണ് എന്നാണ് ദിലീപ് ഈ കേസിലെ വിധി വന്നതിന് ശേഷം പറഞ്ഞു വയ്ക്കുന്നത്. അന്വേഷണ സംഘത്തലവനും ഒപ്പം ക്രിമിനലുകളായ ചില അന്വേഷണ ഉദ്യോഗസ്ഥരും ആ വാക്ക് തന്നെയാണ് ദിലീപ് ഉപയോഗിച്ചത്. ക്രിമിനൽ അന്വേഷണ സംഘം എന്നുള്ള വാക്കാണ് ദിലീപ് ഉപയോഗിച്ചത്. അന്വേഷണ സംഘത്തലവനും ക്രിമിനൽ അന്വേഷക സംഘവും ചേർന്ന് തനിക്കെതിരെ ഒരു കുറ്റപത്രം ചമയ്ക്കുകയായിരുന്നു. മാത്രമല്ല കേസിലെ പ്രധാന പ്രതി ജയിലിലായി കഴിഞ്ഞപ്പോൾ ആ പ്രധാന പ്രതിയെയും ജയിലിൽ ഒപ്പമുണ്ടായിരുന്ന അയാളുടെ മറ്റ് സഹപ്രവർത്തകരെയും അതായത് മറ്റ് കൂട്ടുപ്രതികളെയും സുഹൃത്തുക്കളെയും ഒക്കെ ചേർന്ന് പിടിച്ച് ഒരു കള്ളക്കഥ മെനയുകയായിരുന്നു. ഈ കള്ളക്കഥ മാധ്യമങ്ങൾക്ക് കൈമാറി സോഷ്യൽ മാധ്യമങ്ങളിലൂടെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ആ കള്ളക്കഥ പ്രചരിപ്പിക്കുകയാണ് ചെയ്തത് എന്നാണ് ദിലീപിന്റെ പ്രതികരണം. വ്യക്തിജീവിതവും തന്റെ ഇമേജും തകർക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ശ്രമിച്ചത്. എന്തായിരുന്നാലും കോടതിക്ക് മുന്നിൽ ഈ നുണകൾ എല്ലാം തകർന്നു വീണിരിക്കുന്നു എന്നാണ് ദിലീപിന്റെ ആദ്യ പ്രതികരണം. അതേസമയം ഈ സംഭവത്തിൽ നൽകിയത് ഈ വിധി കേട്ടതിന് ശേഷം പുറത്തേക്കെത്തിയ ദിലീപിന്റെ ആ പ്രതികരണം അതുണ്ടാക്കുന്ന മറ്റ് നടപടിക്രമങ്ങളിലേക്കുള്ള സൂചന ഇതാ ഇപ്പോൾ അഡ്വക്കേറ്റ് രാമൻപിള്ള അടക്കം ദിലീപിനെതിരായി നടന്ന ഗൂഢാലോചനയിൽ വിധി അറിഞ്ഞ ശേഷം എന്ത് നടപടി സ്വീകരിക്കുമെന്നത് ആലോചിച്ച് തീരുമാനിക്കും എന്നതടക്കം പറയുകയും ചെയ്യുന്നു. മഞ്ജു വാര്യരെയും ബി സന്ധ്യയെയും ലക്ഷ്യം വെച്ചിട്ടാണ് ദിലീപിന്റെയും രാമൻപിള്ളയുടെയും പ്രതികരണങ്ങൾ. നിയമപരമായി അങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അതിനപ്പുറത്ത് അതൊരു സോഷ്യൽ മീഡിയ അറ്റാക്കിന് PR സംഘങ്ങളുടെ വിളയാട്ടത്തിനുള്ള ഒരു സൂചന ഇട്ടുകൊടുത്തതാണോ എന്നുള്ളതാണ് പ്രമാദമായ ചോദ്യം. ഈ ദിവസം നമുക്ക് മറ്റ് ചിലരുടെ പേരുകൾ കൂടി പറയാതെ പോകാൻ കഴിയുകയില്ല. താരസംഘടന എന്ത് നിലപാടെടുക്കും എന്ന് ആലോചിച്ചു നിന്ന സമയത്ത് അല്ലെങ്കിൽ അഴകുഴമ്പൻ നിലപാടുകളിലൂടെ ഈ നടപടിയെടുക്കാൻ കഴിയില്ല, രണ്ടുപേരും ഞങ്ങളുടെ മക്കളാണ് എന്നതടക്കമുള്ള ചില പ്രതികരണങ്ങൾ നടത്തി നിൽക്കുന്ന സമയത്താണ് നടൻ പൃഥ്വിരാജ്, നടൻ കുഞ്ചാക്കോ ബോബൻ, ടോവിനോ തോമസ് തുടങ്ങിയ ആളുകൾ അതിൽ കൃത്യമായ നിലപാടെടുത്തത്. അതിൽ ഒരു സമയത്ത് പൃഥ്വിരാജ് യോഗത്തിലേക്ക് കടന്നു പോകുന്നതിന് മുൻപ് വ്യത്യസ്തമായ അഭിപ്രായമാണ് സ്വീകരിക്കുന്നത് എങ്കിൽ തുറന്ന പ്രഖ്യാപനം ഉണ്ടാകും എന്നതടക്കം പറഞ്ഞുകൊണ്ടാണ് കടന്നു പോകുന്നത്. WCC എന്ന സംഘടന സ്വീകരിച്ച എല്ലാ നിലപാടുകൾക്കൊപ്പവും നിന്നുകൊണ്ടാണ് അവരൊക്കെ ആ നിലപാട് സ്വീകരിച്ചത്. പക്ഷേ ഒന്നും നഷ്ടപ്പെട്ടില്ല അവർക്കാർക്കും എന്നത് പ്രധാനമാണ്. പക്ഷേ WCC അംഗങ്ങൾക്ക് അങ്ങനെയല്ല. അവരുടെ കരിയറിന്റെ ഏറ്റവും നല്ല നിമിഷങ്ങളിൽ നിന്ന് ഇൻഡസ്ട്രി അവരെ പുറത്തേക്ക് വലിച്ചെറിയുന്ന ക്രൂരമായ കാഴ്ച നമുക്ക് കാണേണ്ടി വന്നു. അതിനെയൊക്കെ ആ പെയിനൊക്കെ എടുക്കാൻ, ആ വിലയൊക്കെ കൊടുക്കാൻ അവർ തയ്യാറായത് പിന്നാലെ വരുന്നവർക്ക് വേണ്ടിയാണ് എന്നത് പറഞ്ഞു പോകാതെ പോകുന്നത് അനീതിയാണ്. തീർച്ചയായും ഞങ്ങൾക്കെല്ലാം വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു അവൾ നടത്തിയത് എന്ന് പാർവതി തിരുവോത്ത് ഏറ്റവും ഒടുവിൽ കുറിക്കുന്നുണ്ട്. ഈ വിധി വന്നതിന് ശേഷവും ആ കൂട്ടായ്മയിലെ അംഗങ്ങൾ, അതിപ്പോൾ രമ്യയാണെങ്കിലും റിമയാണെങ്കിലും പാർവതിയാണെങ്കിലും അവർ ആ നിലപാട് വീണ്ടും അവൾക്കൊപ്പം എന്ന നിലപാട് ഒരിക്കൽ കൂടി പ്രകടിപ്പിക്കുന്നു. അമ്മ പഴയതുപോലെ തന്നെ പണ്ടത്തെ അമ്മയുടെ നിലപാട് ഇരയ്ക്കൊപ്പമാണ്, കുറ്റാരോപണത്തിന് വേണ്ടി പ്രാർത്ഥിക്കും എന്നുള്ളതായിരുന്നു. ഏതാണ്ട് അതിന് സമാനമായ വിധത്തിലുള്ള എന്തോ ഒരു നിലപാട് ഇന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് ആർക്കും മനസ്സിലാകരുത് എന്ന നിർബന്ധ ബുദ്ധി ആ 2 വരികളിൽ പ്രകടമാക്കാൻ സാധിച്ചിട്ടുണ്ട്. വിശേഷ സിദ്ധിയാണ്.